Hello. The condition which require regular blood transfusion: aplastic anemia, myelodysplastic syndrome, myelofibrosis, hereditary spherocytosis, and thalassemia major. Thalassemia major 10 to 15 ml per kg per day per transfusion. അങ്ങനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക. പാക്കഡ് RBCനെയാണ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. ഓരോ ഡേ ഓരോ ട്രാൻസ്ഫ്യൂഷനിലും 3 ഗ്രാം HB ആണ് കൂടുന്നത്. ബട്ട് ഓരോ ആഴ്ച കൂടുന്നവരും ഓരോ HB 1 ഗ്രാം HB എന്നുള്ള രീതി കുറഞ്ഞു വരും. അപ്പോൾ എവറി 21 ഡേയിലും ഇവർ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന അവസ്ഥയാണ് വരുന്നത്. പിന്നെ പാക്കഡ് RBCയുടെ ലൈഫ് സ്പാനും ഭയങ്കര കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ ടാർഗറ്റഡ് RBC എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ടാർഗറ്റഡ് RBC എന്ന് പറയുന്നത് 9 to 10 ആ ഒരു ട്രാൻസ്ഫ്യൂസ് ചെയ്യണം. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഡെഡ് ലൈനിലെത്തിയാൽ വേഗം ട്രാൻസ്ഫ്യൂസ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ 10 to 12 ട്രാൻസ്ഫ്യൂസ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഹൈപ്പർ ട്രാൻസ്ഫ്യൂഷൻ. അതുപോലെ 12 to 14 സൂപ്പർ ട്രാൻസ്ഫ്യൂഷൻ എന്നും പറയും. ഓക്കെ.